നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ, അതിന്റെ ചോദ്യപേപ്പർ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ, ആ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തുവന്ന സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് ഉച്ചയോടുകൂടി വന്ന് പ്രഖ്യാപിക്കുകയാണ്, രാജ്യത്ത് നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ, കഷ്ടപ്പെട്ട ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും തങ്ങളുടെ +2 പഠനത്തിന് ശേഷം 1ഉം 2ഉം തവണ റിപ്പീറ്റും റിപ്പീറ്റും അതിൽ കൂടുതൽ തവണ റിപ്പീറ്റും ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഇതേ പരീക്ഷ മെയ് മാസം 6 നടക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് രാജ്യത്തിന്റെ NTA പുറത്തിറക്കിയിരുന്നു. അത് ഇന്ന് സംസ്ഥാനത്ത് രാജ്യത്ത് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ശനി ഞായർ ദിവസം, അതായത് ഈ നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും. കാരണം എന്താണ് അവർ ഉത്തരമായി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അതിന് ഉത്തരമായി നൽകിയത്, പരീക്ഷയ്ക്ക് കോപ്പിയടി സംഭവിക്കുന്നു, ആൾമാറാട്ടം സംഭവിക്കുന്നു, അതൊഴിവാക്കാനാണ് നിങ്ങൾക്ക് ക്ലാസ് മുറികളെന്ന്. ആ ക്ലാസുകൾ MBBSകാർക്ക് വെച്ചതിനെതിരെ അന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. എന്നിട്ടും അവർ ക്ലാസുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ക്ലാസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ വന്നില്ല. എന്നാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, അവരുടെ കഷ്ടപ്പാട്, രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച് അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആരാണ് ഉത്തരം പറയാനുള്ളത്? കൃത്യം ഒരു വർഷത്തിന് മുന്നെയാണ് രാജ്യത്തെ നെറ്റ് പരീക്ഷ സമാനമായി റദ്ദാക്കിയത്. ഇതാ AG's ഓഫീസിലെ ഉദ്യോഗസ്ഥർ, SSCയും വ്യത്യസ്ത പരീക്ഷകളും UPSCയും സകലമാനവും നടത്തുന്ന രാജ്യത്തെ കേന്ദ്ര സർക്കാർ, അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MHRD, അതിന്ന് കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ രാജ്യത്തെ വിവിധ NTA സ്ഥാപനങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഈ സംസ്ഥാനത്ത് തന്നെ NTAയുടെ ഒരു സെന്റർ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ മുകളിലെ ഒരു താൽക്കാലിക വാടക കെട്ടിടത്തിലാണ്.